എൻ്റെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലുണ്ടായിരുന്നത് അവരുടെ കോണ്ടാലസ് ഡെബിറ്റ് കാർഡ് സീരീസിലുള്ള ക്രൗൺ ഡെബിറ്റ് കാർഡായിരുന്നു. മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലായിരുന്നു ഈ ഒരു കാർഡ് ഇഷ്യൂ ചെയ്തുകൊണ്ടിരുന്നത്. കാർഡ് കുറേ നാൾ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഈ കാർഡിൻ്റെ പുറത്തൊരു കോട്ടിംഗ് ഉണ്ടായിരുന്നു, പ്ലാസ്റ്റിക് കോട്ടിംഗ്. ഈ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഇളകി പോരുകയും കാർഡ് മൊത്തം ഡട്ട് ആവുകയും ചെയ്തു. അതിൻ്റെ പശയും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തം അഴുകാവുകയും ചെയ്തു. അപ്പോൾ ഒരു പുതിയ കാർഡ് അപ്ലൈ ചെയ്യാമെന്ന് കരുതി. പക്ഷേ ആ ഒരു സമയത്തായിരുന്നു മാസ്റ്റർ കാർഡിന് ഇന്ത്യയിൽ ബാൻ വന്നത്. പിന്നീട് ഈ ഒരു ഫെഡറൽ ബാങ്ക് മാസ്റ്റർ കാർഡ് ഇഷ്യൂ ചെയ്യാതെയായി. അവർ മെയിൻലി ടൈപ്പ് ആയിരുന്നത് മാസ്റ്റർ കാർഡുമായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മാസ്റ്റർ കാർഡിന് ഈ ഒരു ബാൻ വന്നപ്പോൾ വേറെ വിസ നെറ്റ്വർക്കായിട്ടൊക്കെ ടൈപ്പ് ഉണ്ടാക്കാനായിട്ട് ടൈം എടുത്തു. അപ്പോൾ ആ ഒരു ടൈമിൽ ഫെഡറൽ ബാങ്ക് നൽകിക്കൊണ്ടിരുന്നത് റുപ്പേ ഡെബിറ്റ് കാർഡുകളായിരുന്നു. എനിക്ക് റുപ്പേ ഡെബിറ്റ് കാർഡിനോട് അത്ര താല്പര്യമില്ലാത്തതിനാൽ ഒന്നെങ്കിൽ വിസയായിട്ട് ടൈപ്പ് ആകുമ്പോൾ ഇല്ലെങ്കിൽ ഈ ഒരു മാസ്റ്റർ കാർഡിൻ്റെ ബാൻ മാറുമ്പോൾ പുതിയ കാർഡിന് അപ്ലൈ ചെയ്യാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം മുമ്പ് ഞാൻ നെറ്റ് ബാങ്കിങ് കയറി നോക്കിയപ്പോൾ അവിടെ വിസ ക്ലാസിക് എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കണ്ടു. അപ്പോൾ ഞാനോർത്ത് പുതിയൊരു ഡെബിറ്റ് കാർഡ് വേരിയൻ്റ് ആയിരിക്കും, അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് കരുതി അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ദിവസം കാർഡ് കിട്ടി. കാർഡ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ മുമ്പുണ്ടായിരുന്ന ക്രൗൺ ഡെബിറ്റ് കാർഡ് തന്നെയാണ്. മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിന് പകരം വിസയിൽ കാർഡ് ഇഷ്യൂ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. നെറ്റ് ബാങ്കിങ് നോക്കുമ്പോൾ അതിനകത്ത് വിസ ക്ലാസിക് EMV എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ക്രൗൺ കാർഡ് എന്നൊന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടുള്ളൊരു കൺഫ്യൂഷനാണ് ഉണ്ടായത്. ഞാൻ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്രൗൺ ഡെബിറ്റ് കാർഡുമായിട്ടുള്ള ഫിസിക്കൽ അപ്പിയറൻസിലുള്ള ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ പഴയ ക്രൗൺ ഡെബിറ്റ് കാർഡിൽ കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ് അതുപോലെ തന്നെ കാർഡ് നമ്പറൊക്കെ അതിൻ്റെ ഫ്രണ്ട് സൈഡിലായിരുന്നു പ്രിൻറ്റ് ചെയ്തിരുന്നത്. എന്നാൽ എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയ പുതിയ ക്രൗൺ ഡെബിറ്റ് കാർഡിൽ കാർഡ് നമ്പർ അതുപോലെ തന്നെ കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാർഡിൻ്റെ പിൻവശത്തായിട്ടാണ് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. കാർഡിൻ്റെ മുൻവശത്ത് നമ്മുടെ പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഫിസിക്കൽ അപ്പിയറൻസിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഡിഫറൻസ്. ആദ്യം തന്നെ ഈ ഒരു ഡെബിറ്റ് കാർഡ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു കാർഡിൻ്റെ ഫീച്ചേഴ്സ് പരിശോധിക്കാം. കാർഡ് ഞാൻ ഓൾറെഡി ഇന്നലെ കിട്ടിയപ്പോൾ തന്നെ അൺബോക്സ് ചെയ്തു. നമുക്ക് ഒന്നും കൂടെ വീഡിയോക്ക് വേണ്ടി അൺബോക്സ് ചെയ്യാം. നോർമലി നമ്മുടെ കാർഡ് വരുന്ന ഒരു പാക്കിങ്ങിൽ തന്നെയാണ് വന്നത്. ഒരൊറ്റ ഒരു ഡോക്യുമെൻറ്റ് പേപ്പർ മാത്രമേ ഉള്ളൂ. സാധാരണ HDFC ബാങ്കൊക്കെ ആണെങ്കിൽ കുറേ അധികം ഡോക്യുമെൻറ്റ്സ് കാണും അതിൻ്റെ അകത്ത്. ഇതിനകത്ത് ജസ്റ്റ് ഒരു പേപ്പറിൽ കാര്യങ്ങളൊക്കെ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ലഭിച്ച ഡെബിറ്റ് കാർഡ്. മുൻപ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡെബിറ്റ് കാർഡിൽ ഇതിൻ്റെ പുറത്തൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് ആ ഒരു കോട്ടിങ് കാണുന്നില്ല. ട്രാൻസ്പെറൻ്റ് ആണ് ഈ ഒരു ഡെബിറ്റ് കാർഡ്. എന്തായാലും നന്നായി ഒരു മാറ്റ് ഫിനിഷിലാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ സൂചിപ്പിച്ചതുപോലെ കാർഡ് നമ്പറും അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റും കാർഡിൻ്റെ പിൻവശത്തായിട്ടാണ് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. കാർഡിൻ്റെ മുൻവശത്ത് നമ്മളുടെ പേര്, പിന്നെ കോണ്ടാലസ് പേയ്മെൻറ്റിൻ്റെ ഐക്കൺ, അതുപോലെ തന്നെ ബാങ്കിൻ്റെ ലോഗോ, പിന്നെ ഏത് കാർഡ് നെറ്റ്വർക്കാണ്, പിന്നെ കാർഡ് വേരിയൻ്റെ നെയിം. ഇത്ര മാത്രമാണ് ഈ ഒരു കാർഡിൻ്റെ മുൻവശത്ത് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ കാർഡിൻ്റെ വിഡ്രോവൽ ലിമിറ്റൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കാർഡ് ടൈപ്പ് ക്രൗൺ ആണ്. അതുപോലെ തന്നെ ഡെയിലി ക്യാഷ് വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് 50,000 രൂപയാണ്. ഡെയിലി ഷോപ്പിൽ ലിമിറ്റ് വരുന്നത് 1,00,000 രൂപയാണ്. അങ്ങനെ മൊത്തം 1,50,000 രൂപയാണ് ഡെയിലി ലിമിറ്റ് വരുന്നത്. പിന്നെ ഈ ഒരു ഡോക്യുമെൻ്റ് പിൻവശത്തായിട്ട് കാർഡ് ആക്ടിവേറ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ RBIയുടെ നിർദ്ദേശാനുസരണം പുതിയ കാർഡ് കിട്ടുക നേരത്തെ അതിനകത്ത് നോർമലി ഡൊമസ്റ്റിക് ATM വിഡ്രോവൽ അതുപോലെ തന്നെ ഡൊമസ്റ്റിക് POS ടെർമിനൽ ട്രാൻസാക്ഷൻ മാത്രമേ ഓണായി കാണൂ. നമുക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ കോണ്ടാലസ് പേയ്മെൻറ്റ് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിലും നമ്മൾ ആദ്യം ഇത് ഓൺ ചെയ്യണം. ഓൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായി സാധിക്കൂ. അത് ഓൺ ചെയ്യാനായിട്ട് നമ്മളുടെ ഫെഡ് മൊബൈലാണെങ്കിൽ കാർഡ് മാനേജ്മെൻറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഫെഡ് നെറ്റ് വഴിയാണെങ്കിൽ ഡെബിറ്റ് കാർഡ് സർവീസസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ അതുപോലെ തന്നെ കോണ്ടാലസ് പേയ്മെൻറ്റ് അതുപോലെ തന്നെ ഓൺലൈൻ ട്രാൻസാക്ഷനൊക്കെ നമുക്ക് ഓൺ ചെയ്യാനും അതുപോലെ തന്നെ ഓഫ് ചെയ്യാനും സാധിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ ATM സന്ദർശിച്ചാൽ അതിൽ നമുക്ക് മോർ സർവീസസ് എടുത്തു കഴിഞ്ഞാൽ അതുവഴി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാഞ്ച് സന്ദർശിച്ചാൽ മതിയാകും. ഇനി ഈ ഒരു കാർഡിൻ്റെ ഫീച്ചേഴ്സും ചാർജുകളും പരിശോധിച്ചാൽ എല്ലാം മുമ്പുണ്ടായിരുന്ന ക്രൗൺ ഡെബിറ്റ് കാർഡ് തന്നെയാണ്. ഡിഫറൻസ് ഒന്നും തന്നെ വന്നിട്ടില്ല. ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഡെയിലി ATM വഴി വിഡ്രോ ചെയ്യാൻ സാധിക്കുന്ന എമൗണ്ട് 50,000 രൂപയാണ്. അതുപോലെ തന്നെ ഡെയിലി ഷോപ്പിംഗ് ലിമിറ്റ് വരുന്നത് 1,00,000 രൂപയാണ്. അങ്ങനെ ടോട്ടൽ ഈ ഒരു കാർഡിൻ്റെ ഡെയിലി ലിമിറ്റ് വരുന്നത് 1,50,000 രൂപയാണ്. ഇനി ഈ ഒരു കാർഡിൻ്റെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ കാർഡിൻ്റെ ജോയിനിങ് ഫീ വരുന്നത് 150 രൂപ പ്ലസ് GST ആണ്. അതുപോലെ തന്നെ കാർഡിൻ്റെ ആനുവൽ ഫീ വരുന്നതും 150 രൂപ പ്ലസ് GST ആണ്. എന്നാൽ ഈ ഒരു കാർഡ് കിട്ടിയ ശേഷം ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ടോട്ടൽ 1,00,000 രൂപയോ അതിന് മുകളിലോ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഇക്കോം ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ POS ട്രാൻസാക്ഷനോ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാർഡിൻ്റെ ആനുവൽ ഫീ ഒഴിവാക്കി കിട്ടും. പിന്നെ ഈ ഒരു കാർഡ് കോണ്ടാലസ് ഡെബിറ്റ് കാർഡാണ്. നമുക്ക് 5,000 രൂപ വരെയുള്ള ഒരു തുകയാണ് ട്രാൻസാക്ഷൻ എമൗണ്ട് എങ്കിൽ നമുക്ക് പിൻ അടിക്കാതെ നമുക്ക് ജസ്റ്റ് കാർഡ് ടാപ്പ് ചെയ്തുകൊണ്ട് പേ ചെയ്യുവാനായി സാധിക്കും. ഇനി ഈ ഒരു കാർഡിൻ്റെ റിവാർഡ് ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ 200 രൂപ നമ്മൾ ഇക്കോം ട്രാൻസാക്ഷൻ അതുപോലെ തന്നെ POS ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് ഒരു റിവാർഡ് പോയിൻ്റാണ് ലഭിക്കുക. നമുക്ക് ലഭിക്കുന്ന റിവാർഡ് പോയിൻ്റ്
ഫെഡറൽ റിവാർഡ്സ് എന്ന് പറഞ്ഞൊരു ലോയൽറ്റി പ്രോഗ്രാമുണ്ട്. ഈ ഒരു പ്രോഗ്രാമിലെ വൗച്ചേഴ്സ് ആയിട്ടും അതുപോലെ തന്നെ അതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് ആയിട്ടൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യുവാനായി സാധിക്കും. ഒന്നെങ്കിൽ നമുക്ക് ഓഫ്ലൈനായിട്ട് ബ്രാഞ്ചിൽ നേരിട്ട് പോയിട്ട് ബാങ്കിൽ ഫോം വാങ്ങി ഫില്ല് ചെയ്ത് നൽകി കഴിഞ്ഞാൽ നമുക്ക് ഒരു പുതിയ കാർഡ് വേരിയൻറ്റിന് അപ്ലൈ ചെയ്യുവാനായി സാധിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഫെഡ് നെറ്റ് എന്ന് പറഞ്ഞ ഫെഡറൽ ബാങ്കിൻ്റെ നെറ്റ് ബാങ്കിങ് പ്രോഗ്രാം വഴി നമുക്ക് അപ്ലൈ ചെയ്യാം. നിലവിൽ ഫെഡ് മൊബൈൽ ആപ്പ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാനായി സാധിക്കില്ല. അപ്പോൾ എങ്ങനെ ഫെഡ് നെറ്റ് ഇൻ്റർനെറ്റ് ബാങ്കിങ് സൗകര്യം ഉപയോഗിച്ച് ഡെബിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. കാർഡ് അപ്ലൈ ചെയ്യാനായിട്ട് ഫെഡ് നെറ്റിൽ ലോഗിൻ ചെയ്യുക. ഇപ്പോൾ ലോഗിൻ വിൻഡോയിൽ ഒരു അഡീഷണൽ ഫാക്ടർ ഒതൻറ്റിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട്. നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. എൻ്റർ ചെയ്ത് കൊടുത്ത് അതുകൂടി വെരിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ലോഗിൻ ചെയ്യുവാനായി സാധിക്കും. അപ്പോൾ ആദ്യം ഈ ഒരു ഫെഡ് നെറ്റിലേക്ക് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഡെബിറ്റ് കാർഡ് സർവീസസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്യാനായിട്ട് പറയും. നിങ്ങൾ ഫൈ അക്കൗണ്ട്, ജൂപ്പിറ്റർ അക്കൗണ്ട് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ ഒരു അക്കൗണ്ട് നമ്പറും ഇവിടെ വരും. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം വാലിഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ വാലിഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുന്ന നേരത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡെബിറ്റ് കാർഡ് ഇവിടെ കാണിക്കും. ആ ഡെബിറ്റ് കാർഡ് ചൂസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കൺഫേം കൊടുത്തുകൊണ്ട് നമുക്ക് കാർഡിന് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നിലവിൽ ഞാൻ റീസെൻ്റ്ലി ഒരു കാർഡിന് അപ്ലൈ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഓപ്ഷൻ വരാത്തത്. നമ്മളൊരു കാർഡിന് അപ്ലൈ ചെയ്ത് അത് കിട്ടി 3 മാസത്തിന് ശേഷം മാത്രമേ നമുക്ക് പുതിയൊരു ഡെബിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുവാനായി സാധിക്കൂ. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ഫെഡ് നെറ്റ് എന്ന് പറയുന്ന നെറ്റ് ബാങ്കിങ് സംവിധാനം ഉപയോഗിച്ച് നമുക്ക് ഫെഡറൽ ബാങ്കിൽ പുതിയൊരു ഡെബിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുവാനായി സാധിക്കും. പിന്നെ ഈ ഒരു ഡെബിറ്റ് കാർഡ് സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാർഡിൻ്റെ പലതരത്തിലുള്ള സംവിധാനങ്ങൾ, ഇ-കോം ട്രാൻസാക്ഷൻ, POS ട്രാൻസാക്ഷനൊക്കെ നമുക്ക് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഡെബിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് മാനേജ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളും ഈ ഒരു ഫെഡ് നെറ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് തന്നെ ചെയ്യുവാനായി സാധിക്കും. ഇനി എങ്ങനെ നമുക്ക് ലഭിച്ച ഈ ഒരു ഡെബിറ്റ് കാർഡ് ആക്ടിവേറ്റ് ചെയ്യും? നമുക്ക് പല മാർഗ്ഗങ്ങളിലൂടെ ഈ ഒരു കാർഡ് ആക്ടിവേറ്റ് ചെയ്യാം. കാർഡ് ലഭിക്കുമ്പോൾ കാർഡിൻ്റെ ഡോക്യുമെൻ്റ് കൂട്ടത്തിൽ നമുക്ക് ഇതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽസൊക്കെ നൽകിയിട്ടുണ്ടാകും. നമുക്കൊന്നെങ്കിൽ IVR വിളിച്ച് സോഫ്റ്റ് പിൻ റിക്വസ്റ്റ് ചെയ്ത് ആ ഒരു സോഫ്റ്റ് പിൻ ഉപയോഗിച്ച് നമുക്ക് പുതിയൊരു ATM പിൻ സെറ്റ് ചെയ്യുവാനായി സാധിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വൺ ടൈം OTP റിക്വസ്റ്റ് ചെയ്ത് അത് ഫോണിലേക്ക് വന്നതിന് ശേഷം ഫെഡറൽ ബാങ്കിൻ്റെ ATMോ ഇല്ലെങ്കിൽ അതർ ബാങ്കിൻ്റെ ATM സന്ദർശിച്ചോ നമുക്ക് നമ്മുടെ പുതിയതായിട്ട് ലഭിച്ച ഡെബിറ്റ് കാർഡിലൊരു പിന്ന് സെറ്റ് ചെയ്യുവാനായി സാധിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫെഡ് മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു ATM പിൻ സെറ്റ് ചെയ്തുകൊണ്ട് കാർഡ് ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെ ഫെഡ് മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ഒരു ATM പിൻ സെറ്റ് ചെയ്ത് കാർഡ് ആക്ടിവേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇനി കാർഡിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് നമുക്ക് കാർഡ് കിട്ടും? കാർഡിന് ഞാൻ അപ്ലൈ ചെയ്തത് കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ്. അതായത് നവംബർ 20-നാണ് ഞാൻ കാർഡ് അപ്ലൈ ചെയ്തത്. കാർഡ് അപ്ലൈ ചെയ്ത ശേഷം എനിക്ക് ലഭിച്ചത് ഡിസംബർ 7-നാണ്. അതായത് 17 ദിവസം എടുത്തു എൻ്റെ കയ്യിൽ കാർഡ് കിട്ടാനായിട്ട്. ഇതിൽ കാർഡ് ഡിസ്പാച്ച് ആയത് ഡിസംബർ 4-നാണ്. അതുവരെ കാർഡ് ഡിസ്പാച്ച് ആയിട്ടില്ലായിരുന്നു. റിക്വസ്റ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒരു 14 ദിവസം കഴിഞ്ഞപ്പോഴാണ് കാർഡ് ഡിസ്പാച്ച് ആയത്. കാർഡ് ഡിസ്പാച്ചായി 3 ദിവസം കൊണ്ട് തന്നെ കയ്യിൽ കിട്ടി. ഇന്ത്യ പോസ്റ്റ് വഴിയാണ് കാർഡ് വരുന്നത്. അപ്പോൾ കാർഡ് കിട്ടാനായിട്ട് ഈ ഒരു ടൈം പീരീഡ് നോർമലി എടുക്കുന്നുണ്ട്. ഒരു 15 മുതൽ 17 ദിവസം വരെ ടൈം ഇപ്പോൾ നിലവിൽ എടുക്കുന്നുണ്ട് കാർഡ് കിട്ടാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫെഡറൽ ബാങ്ക് ഇപ്പോൾ നിലവിലെ പുതുതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന വിസ ക്ലാസിക് ഡെബിറ്റ് കാർഡിൻ്റെ ഫീച്ചേഴ്സ്. നമ്മുടെ മുൻപുണ്ടായിരുന്ന ക്രൗൺ ഡെബിറ്റ് കാർഡ് തന്നെയാണ്. മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിന് പകരം വിസ നെറ്റ്വർക്കിൽ കാർഡ് ഇഷ്യൂ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി